നമസ്കാരം. ഇന്ത്യക്കാർക്കിട്ട് പണിത് ശീലിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പണി ഇന്ത്യൻ വംശജരിൽ നിന്ന് തന്നെ കിട്ടി. ട്രംപിന്റെ സ്ഥിരം നമ്പറാണ് ഭയപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും കാര്യം നടത്തിയെടുക്കാൻ താൻ മിടുക്കനാണ് എന്ന ഒരു ധാരണയും ട്രംപിനുണ്ടായിരുന്നു. എന്നാൽ ആ ധാരണ മൊത്തത്തിൽ മാറ്റിക്കൊടുത്തത് ഇന്ത്യയാണ്. ഇന്ത്യക്കുമേൽ താരിഫിലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിലുമൊക്കെ ഭീഷണിയായി എത്തിയിരുന്നു എങ്കിലും ഇന്ത്യക്ക് മുന്നിൽ അതൊന്നും വില പോകില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു മോദി. ഇപ്പോ അതാണ് ട്രംപിന് നല്ല ഒന്നാം തരം തിരിച്ചടിയാണ് ഇന്ത്യൻ വംശജൻ നിന്നും കിട്ടിയിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ വലതുപക്ഷ യാഥാസ്ഥികരുടെ ഭീഷണിയും വിമർശനങ്ങളും കാറ്റിപ്പറത്തി ന്യൂയോർക്ക് നഗരം ആദ്യമായി ഒരു മുസ്ലിം മേയറെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് മറ്റാരുമല്ല, ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനിയാണ്. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും നേരിടുന്നതിലായിരിക്കും തന്റെ പ്രധാന ശ്രദ്ധയെന്ന് മംദാനി പ്രതിജ്ഞ എടുത്തപ്പോൾ മംദാനിയുടെ നേതൃത്വത്തിന് കീഴിൽ നഗരത്തിനുള്ള ഫെഡറൽ ഫണ്ടിങ്ങിൽ കുറവ് വരുത്തിയേക്കാമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും എത്തി. 9 മാസം മുമ്പ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾ 3ഇടത്തും വിജയം തൂത്തുവാരി. ഇത് അടുത്ത വർഷത്തെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പുതിയ ഊർജം പകരുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഡൊണാൾഡ് ട്രംപിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു രാജ്യത്തിന് അദ്ദേഹത്തെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് കാണിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തിന് ജന്മം നൽകിയ ഈ നഗരത്തിനാണ്. ഒരു സ്വേച്ഛാധിപതിയെ ഭയപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് അയാൾക്ക് അധികാരം നേടാൻ അവസരമൊരുക്കിയ സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കും എന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രംപിനെ തടയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിനെ പിന്തുടർന്ന് എത്തുന്ന അടുത്ത ആളുകളെ നമ്മൾ ഇങ്ങനെ തന്നെ തടയുമെന്നും മംദാനി വ്യക്തമാക്കുന്നു. ട്രംപ് തന്റെ പ്രസിഡൻഷ്യൽ അധികാരങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്ക് സിറ്റിക്ക് നൽകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഫെഡറൽ ഫണ്ടിംഗ് തടഞ്ഞുവെക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുത്തൻ താരോദയമായ ഡെമോക്രാറ്റുകൾ മംദാനിയിൽ പ്രതീക്ഷ വെക്കുമ്പോഴും അദ്ദേഹത്തിന് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. പ്രസിഡന്റ് ആകാനുള്ള മാനദണ്ഡങ്ങളിലൊന്ന് സ്ഥാനാർത്ഥി US-ൽ ജനിച്ചിരിക്കണം എന്നതാണ്. മംദാനി ജനിച്ചത് യുഗാണ്ടയിലാണ്. ന്യൂയോർക്ക് സിറ്റി കൗൺസിലിന്റെ അധ്യക്ഷനാണ് മേയർ. മാൻഹട്ടൻ, ബ്രൂക്ലിൻ, ബ്രോങ്, കിഡ്സൺ, സ്റ്റേറ്റ്സൺ ഐലൻഡ് എന്നീ 5 ബറോകൾ, അതായത് വാർഡ് പോലുള്ള സംവിധാനമാണ് ഈ ബറോകൾ. ന്യൂയോർക്ക് മേയറുടെ അധികാര പരിധിയിലാണ് 1 കോടിയോളമാണ് ജനസംഖ്യ. ഏകദേശം 3 ലക്ഷം ജീവനക്കാരുണ്ട് ന്യൂയോർക്ക് ഭരണത്തിന് കീഴിൽ. പോലീസുകാർ മാത്രം 30,000. അവരുടെ എല്ലാം മേൽനോട്ടവും ഈ മേയർക്കാണ്. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കുകയാണ് പ്രധാന ഉത്തരവാദിത്വം. നിലവിൽ 12,000 കോടി ഡോളറിലേറെ വരുന്ന ബഡ്ജറ്റാണ് സിറ്റിക്കുള്ളത്. US-ലെ ഏറ്റവും വലിയ മുനിസിപ്പൽ ബഡ്ജറ്റാണിത്. മൊത്തം ആഭ്യന്തര ഉൽപാദനം 1.3 ലക്ഷം കോടി ഡോളറിന്റെ നികുതിയിലൂടെയാണ് ചെലവ് ചുരുക്കിയും റവന്യൂ വരുമാനം കണ്ടെത്തുകയുമാണ് മുന്നിലെ വെല്ലുവിളി. അതേസമയം ഏകപക്ഷീയമായി നികുതി കൂട്ടാൻ മേയർക്കാവില്ല. അതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ വേണം. നഗരവും ഫെഡറൽ സർക്കാരും പ്രാദേശികമായി ഭരണകൂടങ്ങളും തമ്മിലുള്ള ബന്ധം നിയന്ത്രിക്കുന്നതാണ് മേയർ. ഡെപ്യൂട്ടി മേയർ നഗരത്തിലെ പോലീസ്, അഗ്നി രക്ഷാ വകുപ്പ് തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെയും വകുപ്പുകളുടെയും മേധാവികളെ നിയമിക്കുന്നതും ഈ മേയറാണ്. അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, ലിങ്കൺ സെന്റർ തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇദ്ദേഹം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇരുവരുടെയും വാക്പോര് എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച